ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു തണ്ടർ കിച്ചൺ റെസിപ്പീസ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ക്രിസ്മസിന് ട്രൈ ചെയ്യാൻ പറ്റിയൊരു ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ഫ്രൈഡ് റൈസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കി നോക്കാൻ പോകുന്നത്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം, വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ള ഒരു ഫ്രൈഡ് റൈസാണിത്. ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഷെയർ ചെയ്ത ചിക്കൻ കറിയുടെ കൂടെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. 1 കപ്പ് ബസ്മതി റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് വെള്ളമൊഴിച്ച് 20 മിനിറ്റ് സോക്ക് ചെയ്യണം. അതിന് മുന്നേ ഒരു 4-5 പ്രാവശ്യം നന്നായിട്ട് കഴുകണം. ബിരിയാണി റൈസിലൊക്കെ ഒരുപാട് പെസ്റ്റിസൈഡ്സൊക്കെ അടിച്ച് വരണതാണ് ചീത്താവാതിരിക്കാനായിട്ട്. അതുകൊണ്ട് നന്നായിട്ട് കഴുകിയിട്ട് വേണം ഇത് വെള്ളത്തിൽ കുതിരാനിടാനായിട്ട്. അതിനുശേഷം വെള്ളം ഉപ്പിട്ട് തിളപ്പിച്ചതിന് ശേഷം ഈ ബിരിയാണി റൈസ് ഇട്ട് ഒരു 3/4 ഭാഗം വേവിച്ച് വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുക്കണം. ഞാനിവിടെ 2 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുക. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുക. ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ മഞ്ഞൾപ്പൊടി ചേർക്കുന്നത്. ഇഷ്ടമില്ലാത്തവർക്ക് അത് അവോയ്ഡ് ചെയ്യാം. ഞാനിത് 1 കപ്പ് ബസ്മതി റൈസിനാണ് 2 മുട്ട എടുത്തത്. നിങ്ങൾ 500 ഗ്രാമൊക്കെ എടുക്കുകയാണെങ്കിൽ 4 മുട്ട എടുക്കേണ്ടി വരും. എന്നിട്ടിത് ബീറ്റ് ചെയ്ത് മാറ്റി വയ്ക്കുക. ഇത് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാനുള്ളതാണ്. ഇനി ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്, ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ക്യാപ്സിക്കം മീഡിയം എടുത്തിട്ടുണ്ട്. പക്ഷേ ഇത്രയും വേണ്ടി വരില്ല. ഇതെല്ലാം ഇതിൻ്റെ പകുതിയേ ഞാൻ എടുക്കുന്നുള്ളൂ. കാരണം 1 കപ്പ് റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾ 500 ഗ്രാം ആണെങ്കിൽ ഇത് മൊത്തത്തിൽ എടുക്കേണ്ടി വരും. പിന്നെ വേണ്ടത് സെല്ലറിയാണ്. സെല്ലറി അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിതിപ്പോൾ ഇങ്ങനെ കാണിക്കുന്നത്. ചില കുട്ടികൾക്കൊക്കെ ഇത് അറിയില്ല, ബിഗിനേഴ്സിനൊക്കെ സെല്ലറി എന്താണെന്ന് അറിയില്ല. അപ്പോൾ ഇത് ചെടി ഇങ്ങനെ ആയിരിക്കുന്നത്, ഇതിൻ്റെ തണ്ടാണ് നമ്മൾ എടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ ടെൻഡറായിട്ടുള്ള ലീവ്സ് നമുക്കിതിനകത്ത് ചേർക്കാൻ വേണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇതിനകത്തുനിന്ന് 2 കഷ്ണം സ്റ്റെമ്മാണ് എടുക്കുന്നത്. പിന്നെ വേണ്ടത് നമുക്ക് കുറച്ച് കോറിയാൻഡർ ലീവ്സ് വേണം. പിന്നെ ഇതിലേക്ക് ചേർക്കാൻ വേണ്ടത് ഒരു 6 അല്ലി വെളുത്തുള്ളി വേണം. ഇത് നന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കണം. പിന്നെ ഞാനൊരു 2 പിടി ഫ്രോസൺ പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ഫ്രോസൺ തന്നെ സ്വീറ്റ് കോൺ എടുക്കുന്നുണ്ട്. അത് ഫ്രീസറിൽ തന്നെ ഇരിക്കുകയാണ്, ഞാൻ എടുത്തിട്ടില്ല, അതുകൊണ്ടാണ് കാണിക്കാത്തത്. പിന്നെ നിങ്ങൾക്കത് വേണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യാം. നമുക്കിതിനകത്തേക്ക് നമുക്കിഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ഗ്രീൻ അണിയൻ എടുത്തിട്ടുണ്ട്. അത് ചോപ്പ് ചെയ്ത് കുറച്ച് നീളത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. പിന്നെ വേണ്ടത് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ വിനീഗർ വേണം, ഡൈലൂട്ടഡ് വിനീഗർ. പിന്നെ ഒരു 2 ടീസ്പൂൺ ലെമൺ ജ്യൂസും കൂടി നമുക്കിതിലേക്ക് ചേർക്കാൻ വേണം. അത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് കുറച്ച് സോയാ സോസ് വേണം. പിന്നെ കുറച്ചുകൂടി പെപ്പർ പൗഡറൊക്കെ വേണ്ടി വരും നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ കുക്ക് ചെയ്യണ സമയത്ത്. അതപ്പോൾ ആ സമയത്ത് ഞാൻ കാണിച്ചു തരാം. പാൻ വെച്ച് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ ചേർക്കുകയാണ്. നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗ് ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പാൻ നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴേക്കും നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ചിക്കി പൊടിച്ച് സ്ക്രാമ്പിൾ ചെയ്ത് ഫ്രൈ ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം. ഇത് നമ്മൾക്ക് റൈസിൻ്റെ കൂടെ ചേർക്കാൻ വേണം. നിങ്ങൾക്ക് എഗ്ഗ് ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് പ്രോൺസ് പിന്നെ ചിക്കനൊക്കെ ചേർക്കാം കേട്ടോ. റൈസ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഗീയിൽ ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മളെടുത്ത് വെച്ചിരുന്ന ഗാർലിക് അത് ചോപ്പ് ചെയ്ത് ഇതിനകത്തേക്ക് ചേർക്കുക. അതിൻ്റെ പച്ചമണം മാറുമ്പോൾ ഇതിലേക്ക് ക്യാരറ്റ് ചോപ്പ് ചെയ്തത് ചേർക്കുക. പിന്നെ അതിലേക്ക്
ക്യാപ്സിക്കം ചേർക്കുക, ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് എല്ലാം ചെറുതായിട്ട് ചോപ്പ് ചെയ്യണതാണ് നല്ലത് കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മൾ ഫ്രോസൺ പീസ് ചേർക്കാൻ നമ്മൾ എടുത്തു വെച്ചിരുന്നത്. പിന്നെ ഇതിലേക്ക് കുറച്ച് ടേസ്റ്റിന് വേണ്ടി കുറച്ച് ഉപ്പ് ചേർക്കുക. നമ്മൾക്ക് ഈ വെജിറ്റബിളിന് മാത്രം വേണ്ട ഉപ്പാണ് ചേർക്കുന്നത്. ചോറും നമ്മൾ ഉപ്പിട്ടാണ് വേവിച്ചെടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പെപ്പർ പൗഡറിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. 1 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ക്യാബേജ് പൊടിയായി അരിഞ്ഞത്, അതുപോലെ ബീൻസൊക്കെ ചേർക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് പൊടിയായിട്ട് അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ ഈ 1 മിനിറ്റ് നമ്മൾ വഴറ്റി കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ സോയാ സോസും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. 1/2 ടീസ്പൂൺ സോയാ സോസ് ചേർത്തു. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. ഈ വെജിറ്റബിളിലൊക്കെ സോയാ സോസൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് സ്വീറ്റ് കോൺ ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് നേരത്തെ സ്വീറ്റ് കോൺ കുറച്ച് ചേർത്തിരുന്നു കേട്ടോ. പക്ഷേ അത് കുറച്ച് പോരെന്ന് തോന്നി, ആ ഭാഗം സ്കിപ്പ് ചെയ്ത് പോയി. അപ്പോൾ സ്വീറ്റ് കോൺ ഇതിനകത്ത് കിടക്കുന്നത് നിങ്ങൾക്ക് കാണാമല്ലോ. അപ്പോൾ ഞാൻ കുറച്ചുകൂടി സ്വീറ്റ് കോൺ ചേർക്കുകയാണ്. ഇതൊക്കെ ഓപ്ഷണലാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതൊക്കെ അവോയ്ഡ് ചെയ്യുക. സ്വീറ്റ് കോണിനൊന്നും അധികം വേവില്ലാത്തത് കൊണ്ട് പെട്ടെന്ന് കുക്കാവും. അതുകൊണ്ട് ആണ് ഞാനിപ്പോൾ ലാസ്റ്റ് ചേർത്തത്. പിന്നെ ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് സെല്ലറിയാണ്. സെല്ലറിൻ്റെ തണ്ട് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അത് പൊടിയായിട്ട് അരിഞ്ഞിട്ട് ചേർക്കുക. സെല്ലറി ചേർക്കുമ്പോൾ ഫ്രൈഡ് റൈസിന് നല്ല സ്മെല്ലാണ്. അതാണ് റെസ്റ്റോറൻറ്റുകാർ റൈസൊക്കെ എടുക്കുമ്പോഴേക്കും വളരെ നല്ല സ്മെല്ലിങ്ങനെ വരുന്നത്. ഇനി നമുക്കിതിലേക്ക് ചോറ്, വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ചേർത്ത് മിക്സ് ചെയ്യാം. കുറേശ്ശെ ചേർത്ത് മിക്സ് ചെയ്യണം. ചോറ് കുറച്ചിട്ടിട്ട് വെജിറ്റബിളുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം വീണ്ടും കുറേശ്ശെ ചോറ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക. അപ്പോൾ ഞാനങ്ങനെ ചോറ് കുറേശ്ശെ ചേർത്ത് എല്ലാം മുഴുവനായിട്ടും ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഗ്രീൻ അണിയൻ ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഗ്രീൻ അണിയനൊക്കെ പെട്ടെന്ന് കുക്കാവും. അതാണ് ലാസ്റ്റ് ചേർക്കുന്നത്. നമുക്ക് ഈ സ്പൂണൊന്ന് മാറ്റാം. വളരെ ചെറിയ സ്പൂണാണ്. ഇളക്കി കൊടുക്കാനുള്ള സൗകര്യത്തിന് ഞാൻ കുറച്ചുകൂടി വലിയ സ്പൂൺ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് കോറിയാണ്ടർ ലീവ്സാണ്, പൊടിയായിട്ട് അരിഞ്ഞത്. അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3 ടീസ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് ചേർക്കുക. കുറച്ച് പുളി ടേസ്റ്റ് കൂടുതൽ വേണമെന്നുള്ളവർ കൂടുതൽ ലെമൺ ജ്യൂസ് ചേർക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗ് ചേർക്കുക. എഗ്ഗ് ഞാൻ കുറച്ച് വലിയ പീസായിട്ടാണ് സ്ക്രാമ്പിൾ ചെയ്തേക്കണത്. നിങ്ങൾക്ക് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് ചെറുതാക്കി വേണമെങ്കിൽ എടുക്കാം. ഇത് വേണമെങ്കിൽ ഫ്രൈ ചെയ്തതിന് ശേഷം വേണമെങ്കിലും വലിയ കഷ്ണങ്ങളൊക്കെ നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. സ്ക്രാമ്പിൾ ചെയ്ത എഗ്ഗും എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്തതിന് ശേഷം കവർ ചെയ്ത് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്ന് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചോറൊക്കെ നന്നായിട്ട് ഈ വെജിറ്റബിളുമായിട്ട് ചേർന്നിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ചോറൊക്കെ. ഇനി നമുക്കിതിൻ്റെ ടേസ്റ്റ് നോക്കാം. ഇതിൽ ഉപ്പൊക്കെ പാകമാണെന്ന് നമുക്കിപ്പോൾ നോക്കാം. അപ്പോൾ കുട്ടികൾക്കൊക്കെ അറിയാൻ പറ്റില്ല. ഉപ്പ് പോരെങ്കിൽ എന്താ ചെയ്യേണ്ടത്, കൂടി പോകാതിരിക്കണം കേട്ടോ.
കുറഞ്ഞു പോയാൽ നമുക്ക് കുറച്ച് വെള്ളത്തിൽ ഉപ്പ് കലക്കിയിട്ടൊന്ന് തളിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്താൽ മതിയാകും. എന്നിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. അറിയില്ലാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത് കേട്ടോ. പിന്നെ ഇനി 1/4 ടീസ്പൂൺ ക്രഷ് ചെയ്ത പെപ്പർ പൗഡറും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് എല്ലായിടത്തും ഒന്ന് സ്പ്രിങ്കിൾ ചെയ്യുക. വളരെ കുറച്ചാണ് കേട്ടോ. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. വളരെ ഡെലീഷ്യസ് ആണ്. നല്ല കൊതിപ്പിക്കുന്ന മണമൊക്കെയാണ് ഇതിനകത്തുനിന്ന് വരുന്നത്. ശരിക്കും റെസ്റ്റോറൻറ്റിൽ കയറുന്ന ഫീൽ തന്നെയാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ ക്രിസ്മസിന് ഈ ഫ്രൈഡ് റൈസും ഞാൻ ലാസ്റ്റ് വീഡിയോയിലിട്ട ചിക്കൻ ചില്ലി ലൈറ്റും ട്രൈ ചെയ്ത് നോക്കുക. വളരെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ ഇത് രണ്ടും കൂടി. അപ്പോൾ എല്ലാവരും ക്രിസ്മസിന് ട്രൈ ചെയ്യുക. വീണ്ടും നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം. താങ്ക് യു.